ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്നേ കുടുതില്ലേ, ചൂരമീൻ, അത് കറി വെക്കാം അല്ലേ. അപ്പോൾ അതിന് ഞാനിവിടെ ചൂരമീൻ എടുത്തിട്ട് നല്ല പോലെ തന്നെ വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കുന്ന ചട്ടിയില്ലേ, അത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവ നല്ലപോലെ തന്നെ പൊട്ടിയൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നല്ലപോലെ തന്നെ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഇതെല്ലാം കൂടി. ഇപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആയി. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മീനുണ്ടല്ലോ, ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടച്ച് മൂടണില്ല, ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ കറി നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ എനിക്ക് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മളുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈവെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കറിയിൽ നല്ലപോലെ തന്നെ നെയ്യ് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്ക് പടച്ച് മൂടി വെക്കണ്ട, കറി തിളച്ച് പുറത്ത് പോകും. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറിയിൽ നല്ലപോലെ തന്നെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കറി ആവശ്യത്തിന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.